ഡോക്ടർ എൽസിയോമൻ, മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസിയോമൻ കൂടി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ എൽസിയോമൻ, നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം നമുക്കറിയാം, പൊതുവെ അധ്യാപകർ എന്ന് പറയുമ്പോൾ, അധ്യാപക സമൂഹം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഒരു സമൂഹത്തിനുമൊക്കെ മാതൃകയാകേണ്ടവരാണ്. ഇത്തരം വഴിവിട്ട ജീവിതമൊക്കെ പലപ്പോഴും നമ്മൾ ഈ അധ്യാപകരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ അങ്ങനെ കേട്ടുകേൾവില്ലാത്തതാണ്. പക്ഷെ അനുജ കഴിഞ്ഞ ഒരു വർഷമായി ഒരു ആൺ സുഹൃത്ത് ഹാഷിമുമായി ബന്ധത്തിലായിരുന്നു എന്ന് പറയുന്നു. ഇരുവരും വേറെ വിവാഹ ബന്ധം ഉണ്ടായിരുന്നവരാണ്. രണ്ടുപേർക്കും വേറെ പങ്കാളികൾ ഉണ്ടായിരുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ദുരൂഹതകളുമുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു, അതോ അനുജയെ കാറിൽ കൊണ്ടുപോയി വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തുക, പിന്നീട് ഈ ഹാഷിം ആത്മഹത്യ ചെയ്യുക, ഇതായിരുന്നു പദ്ധതി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയേണ്ടത്, ഡോക്ടർ എൽസിയോമൻ ഈ കേസ് സ്വാഭാവികമായും പരിശോധിച്ചു കാണും, പഠിച്ചു കാണും. ഈ അനുജ എന്ന യുവതി, അധ്യാപിക, ഈ ഒരു പ്രണയക്കെണിയിൽ കുടുങ്ങിയതായിരിക്കുമോ? എങ്ങനെയാണ് ഈ കേസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? ഇത്തരം കേസുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധാരാളം വരാറുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം തന്നെ പല മീഡിയയിലൂടെയും, അതായത് ഇപ്പം ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും അങ്ങനെ ഒരു സൗഹൃദവും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലെവലിലുള്ള റിലേഷൻഷിപ്പ് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു സാങ്കേതിക മികവ് നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതൊരു കാരണം തന്നെയാണ്. പണ്ട് ഇത്രയും സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഇത്രയും സാഹചര്യങ്ങളോ ഇല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒട്ടനേകം ബന്ധങ്ങളിൽ പോയി പെടാറുണ്ട്. അതൊരു കെണിയാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് കെണി തന്നെ ആകാനാണ് സാധ്യത. കാരണം തുടക്കത്തിൽ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള നിലയിൽ തുടങ്ങും. പക്ഷെ പോകെ പോകെ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ അതിൽ രണ്ടുപേർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ എന്തെങ്കിലും സ്ഥായിയായ വ്യക്തിത്വ വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എത്രയെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് ലെവലിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടോക്സിസിറ്റിയുടെ ഒരു സാധ്യത വളരെയധികം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ ഈ പറഞ്ഞ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. കാരണം അതുകൊണ്ടാണ് ഒരു ട്രിപ്പിന് പോവുകയും പകുതി വഴിക്ക് വെച്ച് ഫോൺ വരികയും പെട്ടെന്ന് ഇറങ്ങുകയും ഇതൊരു പ്ലാൻ ചെയ്ത ഉള്ള ഒരു ആത്മഹത്യ പോലെ ഒന്നുമല്ല തോന്നുന്നത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ല്ലോ പോകേണ്ടത്. പലപ്പോഴും സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. അതിപ്പോൾ ഏത് വിദ്യാഭ്യാസ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വൈകാരിക പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചായിരിക്കാം പലപ്പോഴും ബന്ധങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഡെപ്ത് കൂടിക്കൂടി വരുന്നു, ആഴം കൂടി വരുന്നു. ഈ ആഴം കൂടി വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമായിട്ട് വരുമ്പോഴൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ട്രാക്ക് പോകുന്ന ഒരു സാധ്യത വരാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. കാരണം മനുഷ്യരാണല്ലോ, എല്ലാവരും മനുഷ്യരാണല്ലോ. ഇപ്പൊ മനുഷ്യർക്ക് അവരവരുടേതായിട്ടുള്ള ബലഹീന വശങ്ങളും അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടെന്നെങ്കിലും ഒരു സാന്ത്വനമോ അല്ലെങ്കിൽ ഒരു പക്ഷെ സാന്ത്വനം കൊടുക്കുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുകയോ ആ ഒരു ലെവലിൽ നിന്നും മാറി ഒരു വൈകാരിക ബന്ധം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഓൾറെഡി ഒരു പാർട്ട്ണർ ഉള്ളതും അതും നിയമപരമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ളവര് മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥായിയായ പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് വൈകാരികമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കോൾ അറ്റൻഡ് ഈ ഒരു ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ഒരു വ്യക്തിക്ക് തോന്നാൻ ഇടയുണ്ട് ഇത് ശരിയല്ല അല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള ഒരു ഉൾവിളി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെയധികം ഇല്ലാതെ വരുന്നു. പ്രത്യേകിച്ചും ആ ഒരു ഘട്ടത്തിൽ സഹായം തേടിയില്ലെങ്കിൽ പലപ്പോഴും ഇത് മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഈ അനുജ എന്ന അധ്യാപികയും ഇങ്ങനെ ആ ബന്ധത്തിൽ നിന്നും പിന്മാറാനുള്ള ശ്രമം നടത്തി കാണണം. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ പലപ്പോഴും ഇത്തരം ഈ വഴിവിട്ട ബന്ധങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ആദ്യം അബദ്ധത്തിൽ ഈ യുവതികൾ പോയി കുടുങ്ങിപ്പോകും. പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് ആകും. മറ്റു ചിത്രങ്ങൾ, ഒന്നിച്ചുള്ള ചിത്രങ്ങളും അതായത് ഫോട്ടോകളും ദൃശ്യങ്ങളൊക്കെ കാട്ടി പിന്നീട് ഭീഷണികളാകാം. അങ്ങനെയുള്ള ഭീഷണിയൊക്കെ ഈ കേസിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾക്കൊപ്പം ടൂർ പോകുന്ന ഒരു അധ്യാപക പിന്നീട് തിരികെ വരുന്ന വഴി മറ്റൊരു ബന്ധുവാണ് എന്ന് പറഞ്ഞ് ഈ ഹാഷിമിനൊപ്പം ഇറങ്ങിപ്പോകുന്നു, വാഹനത്തിൽ കയറിപ്പോകുന്നു. സ്വാഭാവികമായും അത്തരം ഭീഷണികളൊക്കെ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് ഈ അന്വേഷണത്തിൽ പരിശോധിക്കേണ്ടതായിരിക്കുമോ? തീർച്ചയായിട്ടും
കാരണം അത്തരം ഒരു സാഹചര്യം ആയിരിക്കണമല്ലോ ഉള്ളത്, അല്ലെങ്കിൽ ബാക്കി ടീച്ചേഴ്സിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഇറങ്ങി പോകത്തില്ലല്ലോ. അങ്ങനെ ഞാനതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു ബന്ധത്തിൽ നിന്നും അബദ്ധത്തിൽ പോയി പെട്ടാൽ പോലും അതിൽ നിന്ന് പിൻവാങ്ങണമെന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ക്ലേശകരമായി മാറുന്നു. കാരണം ഈ ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങും അല്ലെങ്കിൽ ഈ വൈകാരികമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളും വൈകാരികമായിട്ടുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും തിരിച്ചു വരാനായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അനേകം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും ആത്മഹത്യ എന്നുള്ളത് നരമ്പ് മുറിക്കുന്ന ഫോട്ടോ ഇടുക, അല്ലെങ്കിൽ ഹാങ് ചെയ്യുന്ന ഫോട്ടോ ഇടുക, ഇതൊക്കെ കാണിച്ച് ഞാൻ ഇപ്പൊ ചെയ്ത് കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ലൈവ് ആക്കി വരിക, അത്തരമൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ പണ്ടത്തേതിൽ അപേക്ഷിച്ച് ഉണ്ട്. കാരണം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വളരെയധികം പാനിക് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ പോലുള്ള ഒരു ധൈര്യം ഇല്ലാതെ വരും. കാരണം താനിത് തുറന്നു പറഞ്ഞാൽ തന്നെ കുറ്റവാളിയാക്കി അല്ലെങ്കിൽ തെറ്റുകാരിയാക്കി സമൂഹം കാണും, കൂടെയുള്ളവർ കാണും എന്നുള്ള ഭയം കൊണ്ട് ആരോടെങ്കിലും പറഞ്ഞ് അതിന് വേണ്ടുന്ന ഉചിതമായിട്ടുള്ള ഹെൽപ്പ് എടുക്കാൻ പോലും പലപ്പോഴും സ്ത്രീകൾ വിമുഖ കാണിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സമൂഹം ആ തലത്തിലാണ് ഒരു സ്ത്രീയെ വീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ആ ഒരു നൈമിഷികമായ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ ഉണ്ടായ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ കാണാതെ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ആ സ്ത്രീയെ കുറ്റം ചാർത്തുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നിലനിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾ ഇത്തരം അബദ്ധങ്ങളിൽ പോയി പെട്ടാലും ഹെൽപ്പ് സീക്കിംഗ് എന്നുള്ള നിലയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് മടി കാണിക്കുന്നു. അത് തന്നെയല്ല, എത്രയും ഗോപ്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ത്വരയാണ് സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാവരും തന്നെ കാണിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സാഹചര്യം കൂടുതൽ ടൈറ്റ് ആകുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരു പക്ഷേ എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടാല് അന്നേരവും നമ്മൾ സഹായം തേടാനുള്ള ഒരു മനസ്സ് കാണിക്കുകയാണ് വേണ്ടത്. കാരണം ഇത്തരം ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ അഥവാ ഒരു സൗഹൃദത്തിൽ പോയി പെട്ടു അല്ലെങ്കിൽ അത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു സ്ത്രീയുടെ ഒരു അനുവാദം പോലും കൂടാതെ വളരെയധികം ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ച് അവരെ ഒരു കൊലയ്ക്ക് ഏൽപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ ഇമ്മച്ചുവേർഡായിട്ടുള്ള ഒരു കാര്യവും വളരെ ഹീനമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്തപ്പെടാൻ സാധ്യതയുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടർ എൽസ്യൂമൻ ഇവിടെ ആരുടെ സഹായം തേടും? കാരണം ഇതുപോലുള്ള ബന്ധങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ പലപ്പോഴും ഇരകളാകപ്പെടുന്നത് വളരെ സാധാരണക്കാരായ വീട്ടമ്മമാർ അതല്ലെങ്കിൽ യുവതികളൊക്കെയാണ്. ഈ ഒരു കെണി ഇതൊരു പ്രണയ കെണിയാണ്, ഒരു ചതിയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നീട് അതിൽ നിന്നും മോചിതരാകാനുള്ള ശ്രമം അത് പലപ്പോഴും പ്രാവർത്തികമാകുമോ അല്ലെങ്കിൽ ഫലപ്രദമാകുമോ? ഡോക്ടർ എൽസ്യൂമൻ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ സഹായം, അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായം, അതല്ലെങ്കിൽ അവരുടെ പങ്കാളിയുടെ സഹായം, ഇങ്ങനെയൊക്കെ ഒരു സഹായം തേടി പോകുമ്പോൾ സ്വാഭാവികമായും അത് അവരുടെ കുടുംബജീവിതത്തെ അടക്കം ബാധിക്കും. ഉറ്റവര് ബന്ധുക്കള് ഒക്കെ അറിയുമെന്ന ഒരു നാണക്കേട് ഇതൊക്കെ ആകാം ഒരുപക്ഷെ ഇവരെ പരാതിപ്പെടാനും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകാനൊക്കെ ഒരു വലിയ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പരിഹാരമായി താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ഇത് ഒന്നുമല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അവർക്ക് തുറന്നു പറയാം. ഏതെങ്കിലും ഒരു സുഹൃത്ത് കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇത്തരം സമാനതകളിലൂടെ പോയ ഒരുപാട് കേസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ അവർ നേരിട്ട് വരാനുള്ള ഒരു സ്റ്റെപ്പ് അവരെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ സുഹൃത്തായിരിക്കും കൊണ്ടുവരുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സ് വളരെയധികം സെൻസിബിൾ ആയിട്ടാണ് ഇത്തരം കേസസ് കൈകാര്യം ചെയ്യുന്നത്. കാരണം അവർക്കും കുടുംബജീവിതത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അറിയാവുന്നത് കൊണ്ട് അവർ പലപ്പോഴും മറ്റേ എതിർവശത്ത് ആരാണോ അവരെ വിളിച്ച് താക്കീത് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു മനോരോഗ വിദഗ്ധന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയോ ഈ തരത്തിലൊക്കെയും ചെയ്ത് വളരെ മച്ചുവേർഡായിട്ടും സെൻസിബിൾ ആയിട്ടും പോലീസ് ഓഫീസേഴ്സ് കൈകാര്യം ചെയ്ത് ഞാൻ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തലത്തിലേക്ക് ഭയം കാരണമാണ് പലപ്പോഴും ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാത്തത്. ഭയം കാരണം ചെയ്യാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവസാനം ഇതേപോലെ എല്ലാ തലത്തിലും കൈവിട്ടു പോയിട്ട് അവസാനം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അല്ലെങ്കിൽ അത് ഒരു ദുരന്തത്തിൽ ചെന്ന് കലാശിക്കുകയും അത് സൂചിയും കൊണ്ട് എടുക്കേണ്ടത് തൂബായും കൊണ്ട് എടുത്താൽ പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു നിലയിൽ ചെന്നെത്തി കഴിയുമ്പോൾ എല്ലാ തലത്തിലും കൈവിട്ട് കഴിയുമ്പോൾ ഭയപ്പെട്ടതിനെക്കാട്ടിലും അപ്പുറമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ വന്നെത്തുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും വേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അവനവൻ അത് കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുറന്നു പറയാനായിട്ട് മറ്റേതെങ്കിലും ഒരു സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു മനോരോഗ വിദഗ്ധന്റെ സഹായം തേടാവുന്നതാണ്. അവരിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ അവർക്ക് നിയമസഹായം തേടാവുന്നതാണ്. കോൺഫിഡൻഷ്യാലിറ്റി
നന്നായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരും നന്നായി കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ തലത്തിലേക്ക് നമ്മുടെ ജനത്തിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ അവയർനെസ് ഉയർത്തിക്കൊണ്ട് വരണം. എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബസ്ഥരായിട്ടൊക്കെ കഴിയുമ്പോൾ നല്ല ഉദ്ദേശം വെച്ച് തുടങ്ങിയാലും ചിലപ്പോൾ അത് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് അത് മുൻ നിർത്തി അത് കണ്ട് അത് മുന്നോടിയായിട്ട് കണ്ട് വരുംവരായികളെ അസസ് ചെയ്യാനുള്ള ഒരു കെൽപ്പും ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തിൽ നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് മുന്നോട്ട് പോയാൽ എന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത് എന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന, അങ്ങനെ ഒരു കടപുഴകി എറിഞ്ഞു കളയുന്ന, സകലതും തകർത്ത് കളയുന്ന ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തുടങ്ങുമ്പോൾ തന്നെ അതൊരു അടിവരയിടുകയോ ഫുൾ സ്റ്റോപ്പ് ഇടുകയോ നിർത്തുകയോ ചെയ്യണം. കാരണം ഇത്തരം ഇഷ്യൂസ് ഉള്ളവര് ഏറ്റവും അവസാനമല്ല ഇത്തരം വൈകൃത സ്വഭാവങ്ങളൊക്കെയും വെളിവാക്കുന്നത്. തുടക്കം മുതലേ തന്നെ വളരെയധികം ലക്ഷണങ്ങൾ അവർ കാണിച്ചു കൊടുക്കാറുണ്ട്. വളരെയധികം ആ ടോക്കിലൂടെ അല്ലെങ്കിൽ ചാറ്റിലൂടെ അവരുടെ പേഴ്സണൽ സംഭാഷണത്തിലൂടെ ഒക്കെ ഇതിന് മുന്നറിയിപ്പ് തരുന്ന ഒരുപാട് വാർണിംഗ് സൈൻസ് തീർച്ചയായിട്ടും അവർ കൊടുത്തിരിക്കും. ഇത് ആദ്യമായിട്ടൊന്നും ആയിരിക്കത്തില്ല ഈ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ആദ്യമായിട്ടൊന്നും ആയിരിക്കത്തില്ല ഇത്തരം തരത്തിലുള്ള ടോക്കോ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെയും ഒരു വാർണിംഗ് സൈൻസ് ആയിട്ട് എടുത്ത് തക്ക സമയത്ത് അത് കൂടുതൽ ഒരു ബന്ധം ദൃഢമാക്കി കൊണ്ടുപോകുന്നതിന് ആ ഒരു തരത്തിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് സുരക്ഷിതമാകാനുള്ള ഒരു മച്യൂരിറ്റിയും നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾ കാണിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം വരാതെ സൂക്ഷിക്കാനും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ, കാരണം മനുഷ്യരാണ്, ഏത് സമയത്തും ഇതുപോലുള്ള ഒരു എക്സ്ട്രാ റിലേഷനിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഡോക്ടർ എൽസുമൻ തന്നെ, താങ്കൾക്ക് തന്നെ ഇത്തരം നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുള്ള ഒരു അനുഭവ പരിചയമുണ്ട്. കാരണം ഇതുപോലുള്ള കെണിയിലൊക്കെ കുടുങ്ങുന്ന യുവതികൾ പിന്നീട് മറ്റ് സഹായം തേടി താങ്കളെപ്പോലുള്ള മനഃശാസ്ത്രജ്ഞരുടെ സമീപത്ത് വരാം, നിയമസഹായം തേടി പോലീസിന്റെ അടുത്ത് പോകാം. എന്തുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള ഒരു എക്സ്ട്രാ റിലേഷൻസ് ഇങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ കൂടി വരാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒരു ഫാമിലി ലൈഫിൽ വരുന്ന, ഞാൻ ഈ ഒരു കേസിനെ ആസ്പദമാക്കിയല്ല പറയുന്നത്, പൊതുവായിട്ട് പറയുകയാണ്. ഇതിന്റെ നമ്മളങ്ങനെ ആധികാരികമായിട്ട് പറയാൻ ആളുമല്ലല്ലോ. പൊതുവായിട്ട് സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങളിൽ പോയി അകപ്പെടുന്നത് കുടുംബജീവിതത്തിൽ വിള്ളൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഇഴയെടുപ്പത്തിനെ സാരമായി ബാധിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് പുറമേ നിന്നൊരു വൈകാരികമായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ആളുണ്ട് എന്ന് തോന്നുമ്പോൾ ആ ഒരു തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ചില വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവർ, അങ്ങനെയുള്ളവർക്ക് വിവാഹേതര ബന്ധങ്ങൾ, ഇപ്പൊ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ ചെന്നെത്തപ്പെടാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. ആ ഒരു തലത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ കൗതുകത്തോടെ കാണുന്നത്, നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഫാമിലി ലൈഫ് ഉള്ളപ്പോഴും കെയറിംഗ് ആയിട്ടുള്ള ജീവിത പങ്കാളി ഉള്ളപ്പോഴും സാഹചര്യത്തിന്റെ പ്രശ്നം കാരണം അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണം വിവാഹേതര ബന്ധത്തിൽ എത്തപ്പെട്ട കപ്പിളിനെയും അല്ലെങ്കിൽ എത്തപ്പെട്ട സ്ത്രീയെയും പുരുഷനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാനസികമായിട്ടുള്ള ബലഹീനതകൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. നമ്മളൊരു ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനകത്തിലെ വിശ്വസ്തത എന്നുള്ള ഒരു കമ്പോണന്റ് ഉണ്ട്. അതായത് മരണം വരെയോ ബന്ധം നിലനിൽക്കുന്നത് വരെയോ പരസ്പരം വിശ്വസ്തയോടെ പോകാമെന്നുള്ള ഒരു ക്രൈറ്റീരിയ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മാത്രമേ ആ ബന്ധം ദൃഢമാകുന്നുള്ളൂ. അപ്പൊ ആ വിശ്വസ്തത എന്നുള്ള ഒരു കമ്പോണന്റിന് ഒരു ക്ഷതമേൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് വീക്ക് ആകുമ്പോൾ അതിന് പ്രധാന ഒരു കാരണം ഈ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരാം. അത് തന്നെയല്ല, അപ്പുറത്തെ സൈഡിൽ നിന്നും കിട്ടുന്ന ഇമോഷണൽ ചാർജസ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള പുരുഷന്മാരൊക്കെയും ഇത്തരം കെണിയിൽ പോയി പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് പോയി പെടാം. പലപ്പോഴും ഈ ആദ്യമേ ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങളല്ലാതെ മൂന്നാമത്തെ കാരണം, അതായത് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം പോകുന്നു, എന്നിട്ടും ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് സാധാരണ സൗഹൃദത്തിൽ തുടങ്ങുന്നതാണ്, ആരോഗ്യപരമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ തുടങ്ങുന്നതാണ്. പക്ഷെ ഈ ആ ഒരു ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദത്തിൽ തുടങ്ങിയാലും ട്രാക്ക് തെറ്റിപ്പോകും. അത് ചാറ്റിന്റെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നു, എന്തിനും ഏതിനും മറ്റേ ആളിനെ ആശ്രയിക്കുന്നു. അങ്ങനെ
കഴിയുമ്പോൾ അതൊരു പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ലൈംഗിക ആകർഷണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സെക്ഷുവാലിറ്റിയിലേക്കോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യന്റെ തലച്ചോറ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഈ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള പരസ്പര വിശ്വാസം അല്ലെങ്കിൽ വിശ്വസ്തത വേണം എന്ന് അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ തുടക്കം മുതലേ അതിന് ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്തരം പ്രശ്നങ്ങളിൽ പോയിപ്പെടാൻ ആകാം പുരുഷനാകാം, രണ്ടുപേർക്കും ഒരേ രീതിയിൽ അതിന്റെ റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതിക വിദ്യ തന്നെയാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ആരും അറിയാതെ കൊണ്ടുപോകാനും വളരെ രഹസ്യമായിട്ട് കൊണ്ടുപോകാനും ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ അത് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു സാങ്കേതിക തികവ് അല്ലെങ്കിൽ മികവ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൂടെയാണ്. അതിന് പോസിറ്റീവ് വശം ഉണ്ടെങ്കിലും അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ബന്ധങ്ങളിൽ വരുന്ന ശിഥിലത തന്നെയാണ്.